പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശുഭദിനം നേരുന്നു. സ്വതന്ത്ര സ്വാശ്രയ സംഘം 2024 ചെണ്ടുമല്ലിപ്പൂ കൃഷി തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം 49 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഏകദേശം 29 ദിവസം കൂടി ഉണ്ട് നമുക്ക് ഓണത്തിന്. അതിനു മുമ്പ് നമുക്ക് പൂ വേണം. അപ്പോൾ ഇപ്പോൾ വന്ന ഈ ആദ്യം വന്ന മുട്ടുകളൊക്കെ ഇന്ന് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു മുട്ട് വന്നതിന് ശേഷം 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് പൂ പറിക്കാം. അപ്പോൾ നല്ല വിരിഞ്ഞ പൂ എൻ്റെ പൂർത്തിയായി നമുക്ക് അത് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് 20-ാം തീയതി എങ്കിലും ഇതിൻ്റെ തല കട്ടിയാണ്. ആലപ്പുഴയിലെ വെയിലും അല്ലെങ്കിൽ മഴയും ചൂടും ഒക്കെ അപേക്ഷിച്ച് നമുക്ക് 20-ാം തീയതിക്ക് മുമ്പ് തന്നെ കട്ട് ചെയ്യണം. ഒരു 4 ദിവസം മുമ്പ് കട്ട് ചെയ്യണം ഇന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഓണത്തിന് മുമ്പ് നമുക്ക് പൂ കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ പറിക്കും. അതിന് ഉപരി ഇന്ന് ചീരയൊക്കെ നമ്മുടെ ചീരയൊക്കെ നല്ല വലുതായി നിൽക്കുകയാണ്. ഇടവിളയായിട്ട് ഇട്ട ചീരയാണ്. അതിന്ന് ഞങ്ങളിത് കട്ട് ചെയ്യും. ഇന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്കൊക്കെ ഇന്ന് ചീരക്കറി ഇന്ന് കൂട്ടാം. അത്രയ്ക്കും ശുദ്ധമായ, നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, മരുന്നുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജൈവവളവും അതുപോലെ തന്നെ ഇച്ചിരി രാസവളം കയറ്റിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ചീരയുടെ ഭാഗത്ത് വരാത്ത രീതിയിലൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാലും ഇന്നത്തെ ആ ഒരു ദിവസം ഈ മുട്ടുകളെല്ലാം വന്ന മുട്ടുകളെല്ലാം അത് മുറിച്ച് മാറ്റുകയാണ്. പിന്നെ 1-2 മുട്ടുകൾ നമ്മൾ നിർത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതൊന്നും അറിയാൻ വേണ്ടി. നമ്മുടെ ഈ ഫസ്റ്റ് സംരംഭമായതുകൊണ്ട് അത് എത്രത്തോളം നമുക്കിതിനെ പഠിക്കുന്നത്, നമ്മുടെ തിയറിക്കലായിട്ടും ഉള്ളെങ്കിൽ തന്നെയും നമുക്കത് അനുഭവമാണ് ഇതിൻ്റെ ഗുരുവായിട്ട് മാറുന്നത്. അപ്പം നമ്മളതിനെ ബേസ് ചെയ്ത് തന്നെ ഇവിടെ ഞാൻ ആദ്യം തന്നെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ 10 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാത്ത, നമ്മൾ ചെടി വെച്ചിട്ട് 10 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാത്ത 4 ചെടികളാണ് നിൽക്കുന്നത്. അതിനകത്തും ഈ ബ്രാഞ്ചസുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും താഴേന്ന് വന്നിട്ടില്ല. ബാക്കിയുള്ള ചെടികളിലൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആ ചെടികൾ താഴെ നിന്നും 4 ബ്രാഞ്ചസായിട്ടാണ് വന്നിരിക്കുന്നത്. ചോട്ടിൽ നിന്ന് തന്നെ 4 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അത് മിക്ക ചെടികളും നമ്മൾ തല കട്ട് ചെയ്ത് വെച്ച ദിവസം മുതൽ 10 ദിവസം കഴിഞ്ഞ് തല കട്ട് ചെയ്ത് അതാണ് ഈ ബ്രാഞ്ചസുകൾ കൂടുതൽ താഴേന്ന് വരുന്നത്. അതിനുശേഷം 25-ാം ദിവസവും വീണ്ടും നമ്മളിതിൻ്റെ കട്ടിങ് നടത്തിയായിരുന്നു. അപ്പോൾ അതും ആ 4 എന്നുള്ളത് 8ആയി. അപ്പോൾ 8ആയി വന്ന് ശേഷം അതിൽ നിന്നും ബ്രാഞ്ചസുകൾ കൂടുതൽ വരുന്നുണ്ടല്ലേ. ഏകദേശം നമുക്ക് 26 അടുത്തിരിക്കുക. 26 ബ്രാഞ്ചസ് വന്നിരിക്കുകയാണ്. ആ 25 ബ്രാഞ്ചസിലും നമുക്ക് പൂക്കൾ കിട്ടും. എന്തെങ്കിലും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായ അറിവുകൾ പകർന്നു തരുന്ന പാലക്കാട് നമ്മുടെ ഒരു സുഹൃത്താണ്, ദിനേശ് എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അറിവുകളാണ് കൂടുതലും നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. പക്ഷേ പാലക്കാടിൻ്റെ മണ്ണും നമ്മുടെ മണ്ണും ഒക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ചെളിയും അതുപോലെ മണ്ണും കലർന്നതാണ്. അവിടെ ഗ്രാവലാണ്. അപ്പോൾ അവിടുത്തെ ചൂടും അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാത് പ്രദേശങ്ങളിൽ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ വെയിലിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് കൃഷിയിലേക്ക് മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ അത് പറയുന്ന പോലെ നമ്മളിപ്പം ഇതിനകത്തൊരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ പറഞ്ഞ അത്രയും വിളവുകൾ കിട്ടത്തില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കി നമ്മുടെ ആ ഒരു അറിവും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് ആ പ്രദേശത്ത് എന്താണ് വേണ്ട എന്നുള്ള കാര്യങ്ങൾ ആ പ്രദേശത്തുള്ള ആൾക്കാരോട് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് പടിഞ്ഞാറ് വശം ഇതുപോലെ തന്നെ ചെണ്ടുമല്ലിപ്പൂ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കഴിഞ്ഞ വർഷം ആലപ്പുഴ ST കോളേജിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശം ചെയ്തതാണ്. അവർ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്ത അവരുടെ അനുഭവം ആ കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. അത് വ്യത്യസ്തമായ ഒരു രീതി തന്നെ അവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ അറിവും ഇതിനകത്ത് വളരെ പ്രാധാന്യമാണ്. അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കൃഷിയൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇത് വളരെയേറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇനി ഏകദേശം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ പൂക്കളായിരിക്കും. അതിലുപരി അതിൻ്റെ അടുത്ത് വരുന്ന ചിത്രശലഭങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഫസ്റ്റ് കട്ടിങ് ഇവിടെ ഇപ്പം ലാസ്റ്റ് മുട്ട് വന്ന ഫസ്റ്റ് കട്ടിങ് ഇവിടെ നടത്തുകയാണ്. എല്ലാവർക്കും ഇന്ന് ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്വതന്ത്ര സ്വാശ്രയ സംഘത്തിന് വേണ്ടി സെക്രട്ടറി പ്രമോദ് പോഞ്ഞിക്കര.